തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഷോക്കായിട്ട് നിൽക്കുന്നത് അകത്തോട്ട് വാ. കൊറേ ഷോക്ക് അവിടെ ആന്റിക്കുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും വലിയ വീട് എന്റെ വീടാ. അകത്തോട്ട് വാ, കേറാം. വാ. വെളിന്ന് കാണുമ്പോ ഇത്രയും വലുതല്ലേ? അകത്തോട്ട് കയറി ഇതിനെക്കാട്ടും വലുതാ. എന്റെ വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിം ഉണ്ട്, മിനി തിയേറ്റർ വരെ ഉണ്ട്. വെളിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അമ്മേ സ്വിമ്മിംഗ് പൂള് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഇതില് കുളിച്ചായിരുന്നു. നല്ല ജോളിയായിരുന്നു അമ്മേ. ഇത്ര വലിയ പണക്കാരനായിരുന്നോ കവൻ? വാ ആന്റി. വാ മോളെ. ഇങ്ങോട്ട് കേറാൻറ്റി. വാ, ഇരിക്കി. ഇരിക്കാൻറ്റി. ഇതെന്താ ഇത്ര വലിയ വീട്ടിൽ ആരുമില്ലേ? എല്ലാരും എവിടെ പോയതാ കവൻ? ഞങ്ങളുടേത് വലിയ വീടായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ റൂമാ. നിക്ക്, വിളിക്കാം. മുത്തശ്ശി, വല്യച്ഛാ, മുത്തശ്ശി. കുട്ടി സാറേ, അച്ഛമ്മ വീട്ടിലില്ല, ഇപ്പൊ പുറത്തു പോയിരിക്കുക. നമസ്കാരം. നിലാക്കുട്ടി, ഇത് മോളുടെ അമ്മയല്ലേ? നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇരിക്കെ ഇരുന്നാട്ടെ. ശരി, ഹണി എവിടെ? മുകളിലുണ്ട്. ഹണി, ഹണി. അതാരാ?
നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഡോഗാണോ? എന്ത് പറ്റി? എന്താ ചിരിക്കുന്നത്? ആണെന്ന് പറഞ്ഞ ഡോഗല്ല, എന്റെ മുതുമുത്തശ്ശിയുടെ പേരാ. അയ്യോ, മുതുമുത്തശ്ശിയുടെ പേര് ഹണിന്നാണോ? ഐ എം സോറി, ഞാൻ ഡോഗ് എന്ന് പറഞ്ഞു പോയി. സാരമില്ല, പോട്ടെ. ഹണി ഈസ് കമ്മിങ്. ദാ വരുന്നുണ്ടില്ലേ? മോള് ആ, ഞാൻ നിലയുടെ അമ്മ. അതെയോ? ഇരിക്കും. ഓ, ആ മഹാലക്ഷ്മി മോളാണല്ലേ? മോളെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയും. നിന്റെ മോളെ നീ നന്നായിട്ടാ വളർത്തുന്നേ. സുഖിപ്പിക്കാൻ പറയുന്നതല്ല, നല്ല മിടുക്കി കുട്ടിയാ. മുത്തശ്ശി, ഞാൻ അത് പറയാനാണോ വിളിച്ചേ? പിന്നെ എന്തിനാടാ എന്നെ വിളിച്ചേ? മുത്തശ്ശി, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് മേടിച്ചിരിക്കുക. ഇത് ഏപ്രിൽ മാസം അല്ലടാ, ഏപ്രിൽ ഫുൾ ആക്കാനായിട്ട്. നീ വേറെന്തെങ്കിലും പറയേ. അയ്യോ അല്ല, സത്യമായിട്ടും കവൻ ക്ലാസ് ടെസ്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ആ? ആ, സത്യമാണോ? അതും മോള് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിക്കുക. കവിൻകുട്ടാ, നീ പറഞ്ഞതുപോലെ ചെയ്ത് കാണിച്ചല്ലോടാ. അത്ഭുതമായിരിക്കുന്നു. നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആയോ? അതെ മുത്തശ്ശി. ആദ്യ ഷോക്കൊന്ന് കുറയ്ക്ക്. അതിനൊക്കെ കാരണക്കാരി വരാ. ആ സന്തോഷമായ കാര്യം പങ്കുവെക്കണം. വീട്ടിലെ മറ്റുള്ളവർക്ക് എന്ത്? അച്ഛനെന്ത് സ്കൂളിൽ വന്നെ വിളിക്കാൻ വരാഞ്ഞത്? അറിയില്ലല്ലോ കുട്ടാ, നിന്നെ വിളിക്കാൻ പോലും വരാതെ അവൻ ഇത്രയ്ക്ക് എന്താ അത്യാവശ്യ ജോലി? നമസ്കാരം സർ. നിങ്ങള് നിലയുടെ അമ്മയാണോ? അതെ സർ, ഞാൻ തന്നെയാ. ആ, വാ ഇരിക്ക്. നിലാമോളെ ഇരിക്ക്. വല്യച്ഛാ, ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചതാ. ആ, ദാ ഇവരാ പറഞ്ഞത്. പാട്ട് പോലെ പാഠം പഠിച്ചാ ഓർമ്മയിൽ നിൽക്കുന്ന്. അങ്ങനെ ചെയ്തിട്ടാ ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചത്. നിനക്ക് ഫസ്റ്റ് കിട്ടിയെന്നോ? അതെ, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്ക് കവിൻ.